കില്ലാടികളെ നമ്മുടെ വേടന്റെ സംഭവം ഞാൻ പിന്നെയും വേടന്റെ ഒരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. കില്ലാടികളെ എന്ത് വിഷയം ഞാൻ ഇനിയും വരും, മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ ഇനി എന്നെ എത്ര നെഗറ്റീവ് പറഞ്ഞാലും ഇല്ലെങ്കിൽ എത്ര എന്ത് പറഞ്ഞാലും ഞാൻ വേടന്റെ സംഭവമായിട്ട് വരും. കില്ലാടികളെ എന്ത് വിഷയം ഞാൻ അത്ര ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു, മനസ്സിലായില്ലേ. എന്ത് വിഷയം നിങ്ങളും ആ ഒരു പുള്ളിക്കാരൻ്റെ ഒരു തോട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളും ആളെ സപ്പോർട്ട് ചെയ്യും, മനസ്സിലായി. നിങ്ങൾ ഒന്നും കാണാതെ നമ്മളെ വെറുതെ 2K ആണ്, നീ മറ്റതാണ് മറിച്ചതാണ്, നീ അത് കാരണം സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നില്ല. ബട്ട് എന്തോ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഇനി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഞാൻ എന്താ മുമ്പ് വീഡിയോ ചെയ്തു നമ്മുടെ ആ ഒരു പാട്ടിനെ കുറിച്ച്. എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വോയിസ് ഓഫ് വോയിസ്ലെസ്, ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം എന്നൊരു പാട്ട് ഇറങ്ങിയ സമയത്ത് അതിൽ കപടവാദി ദേശവാദി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു വരി ഉണ്ടായിരുന്നില്ല. അതും പ്ലസ് നമ്മുടെ നീ പാണനല്ല പറയനല്ല പുലിയനല്ല നീ തമ്പുരാനുമല്ല ആണേൽ ഒരു ഇതുമില്ല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതിനൊക്കെ കുറിച്ച് ഭയങ്കര വിവാദമായില്ലല്ലോ. ഭയങ്കര വിവാദം പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചാ വിഷയം, മനസ്സിലായില്ലേ. ഇതൊരു പൊതു ചർച്ചാ വിഷയമായി. പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി കുറേ ആൾക്കാർ, എന്നിട്ട് അവരുടെ ഒരു അല്ലെങ്കിൽ ഒരു സംഘടന ആൾക്കാർക്ക് മൊത്തത്തിൽ ഒരു പുള്ളിക്കാരൻ വെറുക്കണ പോലെയൊക്കെ ആയി. അങ്ങനെ ഒരു സംഭവമൊക്കെ ആയിരുന്നില്ലടല്ലേ, മനസ്സിലായില്ലേ. പക്ഷെ എന്നാലും നമ്മൾ അപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നു, മനസ്സിലായല്ലോ. നമ്മളപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നു. അപ്പോൾ ഇപ്പൊ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു വാർത്തനെ കുറിച്ച് ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു 5 വർഷം മുമ്പ് ഇറങ്ങിയ പാട്ട് 2020 ഇറങ്ങിയ പാട്ട് വോയിസ് ഓഫ് വോയിസ്ലെസ്സിൽ വേടന ഒരു വേദിയിൽ നിന്ന് പാടുന്നുണ്ട്. ഇല്ലടല്ല, മനസ്സിലായില്ലേ. വേടന ഒരു വേദിയിൽ നിന്ന് പാടുന്നുണ്ട്. ആ പാടിയ സമയത്താണ് ആ വീഡിയോനെ ഇടയ്ക്കെടുത്ത് പിന്നെയും എടുത്ത് വൈറലൊക്കെ ആയി അങ്ങനെ കേസും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ ഇപ്പൊ ന്യൂസുകാർക്ക് ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വേടൻ വന്നിട്ട് ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ട് ഇല്ലാടകളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്യാപ്ഷൻ ഞാൻ വായിക്കാം. ഒരു ന്യൂസ് ചാനലിൽ ക്യാപ്ഷൻ ഇല്ലാടല്ല, ഞാൻ അത് പ്ലേ ചെയ്യുന്നുള്ളൂ. പ്രശ്നമുണ്ടാകുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചു, പരാതി നൽകിയത് വൈകിയെന്നും തോന്നുന്നു, മനസ്സിലായി. എന്താ വെച്ചാൽ പുള്ളിക്കാരെ മുമ്പേ ഇത് കണ്ടിട്ടില്ല, മനസ്സിലായില്ല. ഈ പാട്ട് പാടിയ സമയത്ത് തന്നെ ഇത് കണ്ടിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം നടക്കും, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വരാം എന്ന് പുള്ളിക്കാരൻ നേരത്തെ കണ്ടിരുന്നു, മനസ്സിലായില്ലേ. വേടൻ കണ്ടിരുന്നു. അപ്പോ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും എടുത്ത് പറയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആ ഒരു ആൾക്കാരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇടപെടൽ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഞാൻ എപ്പോഴും എടുത്ത് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ കാമായിട്ടുള്ള രീതിയിൽ ആൾക്കാരോട് ഭയങ്കര എങ്ങനെ ഇടപെടണം എന്നൊക്കെ സംഭവം അല്ലെങ്കിൽ ഇടപഴകണം എന്നൊക്കെ കറക്റ്റായിട്ട് വേണം അറിയാം, മനസ്സിലായില്ലേ. ഞാനത് മറ്റുള്ള സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ തമ്മിൽ അപേക്ഷിക്കുമ്പോഴും എന്ന് വെച്ചാൽ ഭയങ്കരമായ രീതിയിൽ വ്യത്യസ്തമാണ് കേട്ടല്ലോ, മനസ്സിലായില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു എളിമ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ എത്ര വലിയവനായാലും അവർ എളിമ ഉണ്ടാവണം പറയില്ലേ, അത് നമ്മുടെ വേടൻ ഉണ്ടെങ്കിലല്ലേ, മനസ്സിലായില്ലേ. അതൊക്കെ കൊണ്ടാണ് എനിക്ക് പുള്ളിക്കാരൻ പേഴ്സണലി ഇഷ്ടം. പിന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു എന്തിനു വേണ്ടി ആൾ പാട്ട് എഴുതുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടി പാട്ട് പാടുന്നു എന്നത് ആ ഒരു ഇതും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങളും സ്വഭാവം ഇഷ്ടപ്പെടും. അപ്പം ഞാൻ കൂടുതലും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇല്ലടല്ലേ, നമുക്ക് ആ ന്യൂസ് ഒരു പ്ലേ ചെയ്യാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. 4 വർഷം മുമ്പുള്ള ഒരു പാട്ടിന്റെ 4 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു പാട്ടിന്റെ പേരിൽ ഒരു താങ്കൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അതെ, ഞാൻ കേട്ടിരുന്നത്. കാരണം ഞാൻ കയ്യിൽ പിടിച്ചോളാം ചേട്ടാ. ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത്. കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ്. നമ്മൾ ലൈക്ക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ. അപ്പം നമുക്ക് ആരെ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അതിൽ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ള മാഷ കഴിഞ്ഞാൽ അവർക്കും മടുക്കുമ്പോൾ അവർ പൊക്കോളും. നമ്മളെന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല, അപ്പോൾ അവർ മടുക്കുമ്പോൾ അവർ പൊക്കോളും. കുഴപ്പമില്ല. ഇത് പ്രശ്നമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റണ്ടേ. തീർച്ചയായിട്ടും പക്ഷേ അത് നമ്മളെടുക്കുന്ന ജോലി അതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നുമില്ല, അത് ചെയ്തിരിക്കും. ഇപ്പോൾ പക്ഷേ അതേസമയം തന്നെ ഈ NDAയുടെ സഖ്യത്തിൽ തന്നെ ഇപ്പോൾ ഇന്നലെ തുഷാർ അടക്കമുള്ള ഒരു വേടനെ അനുകൂലിച്ച് വേടനെതിരെയുള്ള അത്തരം നടപടികൾ ശരിയല്ല എന്ന് പറയുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ഇലക്ഷനൊക്കെ പഞ്ചായത്ത് ഇലക്ഷൻ വരികയില്ലേ 2 മാസം കൂടി കഴിഞ്ഞാൽ. ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്ന്. എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെ ഉണ്ട്. എന്തുണ്ടാവണമെന്ന് വെച്ചാൽ കാണാം. പുറമേയുള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടോ എന്ന് വെച്ചാൽ മനസ്സിലായില്ല. പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ച് വെക്കാറുണ്ട്, അത്ര തന്നെ. വേറെ ഇല്ല സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന കാരണം പ്രത്യേകിച്ച്, കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നത്. ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങിയ ഓട്ടാണ്. ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് വീട്ടിൽ സമാധാനത്തിലാണ് ഇരിക്കുന്നത്. ഉണ്ട്, ഒരുപാട് ഷോസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ, ഇതിൻ്റെ ഭാഗമാണ് അത്. ഞാൻ എന്തായാലും ഒരു 2 മാസത്തെ ഒരു ഗ്യാപ്പിലും കൂടിയാണ്
ത്രോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ 2 മാസത്തെ ഗ്യാപ്പിലും കൂടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഷോസിനും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. ഇല്ല മാഷെ, ഒരിക്കലും ഉണ്ടാവില്ല. ചേട്ടൻ എന്താ പറഞ്ഞിരുന്നത്? ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട്. അത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അത് വലിയ ഒരു എന്താണ് പറയുക, വലിയ ഊർജ്ജമാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് ഇപ്പം അതിന് പറയുക, ഉത്തരവാദിത്വമാണ് അത് ഭയങ്കരമായിട്ടുള്ള. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഭയങ്കര വിജിലൻ്റ് ആയിട്ട് ഇരിക്കേണ്ട സമയമാണ്. അപ്പോൾ വിജിലൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ. അപ്പോൾ ഞാൻ പോട്ടെ, താങ്ക് യു. കണ്ടില്ലേ? അപ്പൊ ഞാൻ പോട്ടെ, താങ്ക് യു. അവസാനം പറഞ്ഞത് ഞാൻ പറഞ്ഞതില്ലാതെ മുമ്പ് പറഞ്ഞതും കൂടിയാണ്. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് പറയണില്ല ആൾക്കാർ പറഞ്ഞില്ല. ഇപ്പോൾ ഓരോ പാർട്ടിക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പൊ വേടൻ പറയുന്നുണ്ട് എന്ത് വിഷയം പാടേണ്ടത് എന്റെ ജോലിയാണ്, മനസ്സിലായില്ലേ? അത് എന്തിനു വേണ്ടി പാടണം, അല്ലെങ്കിൽ ആർക്കൊക്കെ വേണ്ടി പാടണം, സമൂഹത്തിൽ എന്ത് കൊടുക്കണം എന്നുള്ളത് എന്റെ ജോലിയാണ്. ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ എന്നെ കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ അവർക്ക് മടുക്കുമ്പോൾ പൊയ്ക്കോളും, മനസ്സിലായില്ലേ? അതൊക്കെ അത്ര ഉള്ളൂ ഇല്ലടല്ലേ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുണ്ടാവും, മനസ്സിലായില്ലേ? നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ അവരെ കെയർ ചെയ്യാതെ നമ്മൾ എന്തിനാണോ പ്രയത്നിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എയിം എന്താണോ നമ്മൾ അതിനെ തന്നെ ഫോക്കസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ? ആൾക്കാർ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഇളയ തലപതി വിജയണ്ണൻ പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു നദി ഒഴുകിക്കൊണ്ടേയിരിക്കണില്ലടല്ലേ, കുറെ ആൾക്കാർ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? പക്ഷെ ആ നദി എന്താണ്, നദി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ കല്ലെറിയുമ്പോൾ? ഇല്ല, നദി അതിന്റെ ഫ്ലോയിൽ അങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളും ആ ഒരു രീതി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ? നമ്മൾ ഇനിയിപ്പോൾ ഈ സൈഡിൽ നിന്ന് രണ്ടും ഒഴിവാക്കുക. പിന്നെ ഒരു കഥ കൂടെ ഉണ്ട് ഇലക്കിലടല്ലേ, എന്താണെന്നറിയോ? അത് ഞാൻ ആരാ പറഞ്ഞു നോക്കിയില്ലടല്ലേ, നമ്മുടെ തലപതി രജനിയാണെങ്കിൽ അടല്ലേ, സൂപ്പർ സ്റ്റാർ രജനിയാണ് പറഞ്ഞ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു 3 തവളകൾ ഉണ്ടായിരുന്നില്ലടല്ലേ, 3 തവളകൾ. ഈ 3 തവളകളും ഒരു പൊട്ടക്കിണറ്റിലാണ്. ഒരു മലയുണ്ടല്ലേ, ആ മല കയറാൻ നോക്കും, മനസ്സിലല്ലേ? ഈ 3 തവളകളും മല കയറാൻ നോക്കും. അപ്പൊ ഈ കയറുന്ന സമയത്ത് കൂടെയുള്ള ഈ തവളകളൊക്കെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയറേണ്ട, അത് ഡേഞ്ചറാണ്, അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ ഈ 3 തവളകളും കൂടി ട്രൈ ചെയ്യും, മല കയറാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ 2 തവളകളും, ഒരു തവള കുറച്ചു ദൂരം കയറുമ്പോഴേക്കും വീണില്ലടല്ലേ, പിന്നെയും കുറച്ചു ദൂരം കയറുമ്പോഴേക്കും വേറൊരു തവളയും കൂടി വീണു. മറ്റേ തവള ശ്രദ്ധിക്കണേയില്ല, മറ്റേ തവള കയറിക്കൊണ്ടേയിരിക്കുകയാണ്. കയറി അവസാനം മോളെത്തിയിട്ട് അത് വിജയിക്കും. അപ്പോൾ പിന്നെയാണ് ആ സത്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ ആ തവളയ്ക്ക് ചെവി കേൾക്കില്ല എന്ന്, മനസ്സിലായില്ലേ? അപ്പൊ എന്താ സംഭവം, നമ്മൾ ചിലതൊക്കെ കേൾക്കാതിരിക്കണമെങ്കിലല്ലേ, അതുപോലെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ എയിം, അല്ലെങ്കിൽ നമ്മൾ എന്താണോ പ്രവൃത്തി, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ? അല്ല നമ്മൾ അത് ഫോക്കസ് ചെയ്ത് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞവനെ നോക്കി കുറയ്ക്കാൻ തന്നാലും തിരിച്ചെന്തെങ്കിലും പറയുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും, നമ്മുടെ എയിം എന്താണെന്ന് മറക്കും. അപ്പൊ വേടനം അതിനാണ് ഇല്ലടല്ലേ. എന്ന് വെച്ചാൽ എന്റെ ജോലി ഏതാണ്, ഇപ്പൊ പാട്ട് എഴുതണം, പാടണം എന്നുള്ളതാണ് എന്റെ ജോലി. ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. പറയുന്നവർക്ക് എന്തുവാണെങ്കിലും പറയാം, സീരിയസ്ലി ഇല്ലടല്ല, അതാണ്, മനസ്സിലായില്ലേ? പുള്ളിക്കാരൻ്റെ ഇനിയിപ്പോൾ പാട്ടിലൊന്നും എനിക്ക് വേറെ ഒന്നും തോന്നിയിട്ടില്ല ഇല്ലടല്ല. സംഭവം നടക്കണത് മാത്രമേ ആൾ പാടിയിട്ടുള്ളൂ, ഇനി നടക്കാൻ പോണതേ പാടണുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പിന്നെ എന്താ വേടം പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലടല്ല, സോഷ്യൽ മീഡിയ പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ല ഇല്ലാതെ. സീരിയസ്ലി ഞാൻ പറഞ്ഞു, സെലിബ്രിറ്റീസിനൊക്കെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് അവരുടെ മാനേജർമാരായിരിക്കും, പേഴ്സണൽ മാനേജർമാരായിരിക്കും. സോ വേറെ പറയുന്നത് 2 മാസം പ്രോഗ്രാം ഒന്നും എടുക്കുന്നില്ല. പുള്ളിക്കാരൻ്റെ വോക്കൽ സൗണ്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. റീസെന്റ് ആയിട്ട് ലാസ്റ്റ് നടന്ന പരിപാടി പാലക്കാടാണ് ഇല്ലടല്ലേ, അവിടെയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ വേടനെ പിന്നെ മറ്റേ കാര്യം പറഞ്ഞില്ലടല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നലെ കൂടി ഒരു പുള്ളിക്കാരൻ ഒരു ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രസിഡന്റ് ഇല്ലടല്ലേ, അദ്ദേഹം പറയുന്നുണ്ട് എന്താ വെച്ചാൽ വേടൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, വേടൻ അങ്ങനെ കുഴപ്പക്കാരനൊന്നുമില്ല, ഞാൻ അവരോട് യോജിക്കുന്നുണ്ട്, മറ്റുള്ളവർ പറയുന്നതോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് എന്തോ പറയുന്നുണ്ട് ഇല്ലടല്ലേ. തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം പറയുന്നുണ്ട് ഇല്ലടല്ല, തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അത്ര ഉള്ളില്ല. അപ്പൊ ആ കാര്യം പറയുന്ന സമയത്ത് വേടം പറയുന്നുണ്ട്, ഇനി എന്താ വെച്ചാൽ ഇലക്ഷൻ കാര്യങ്ങൾ വരുന്നത്, ഇനി അത് മുൻനിർത്തിയിട്ടാണോ അറിയില്ല. പിന്നെ കുറെ പാർട്ടിക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പേഴ്സണലി പ്രശ്നമൊന്നുമില്ല, നമ്മൾ നിങ്ങളുടെ കൂടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ വേടം പറയുന്ന മറുപടി ഇതാണ് ഇല്ലല്ലോ, ഇനി പഞ്ചായത്ത് ഇലക്ഷനും മറ്റേ ഇലക്ഷനൊക്കെ അല്ലേ വരുന്നത്, അപ്പൊ അതായിരിക്കും. സ്വാഭാവികമായി ഇല്ലട്ടോ, നമ്മൾ എന്താ വെച്ചാൽ എന്തും മുന്നിൽ കാണുന്നുണ്ട് പുള്ളിക്കാരൻ. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പടി മുന്നേ ചിന്തിക്കുന്നുണ്ട് വേടൻ, മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഒരുപടി മുന്നേ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെയാണെങ്കിലുള്ള എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാൻ കാരണം, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഐ ഓൾവേസ് സപ്പോർട്ട്, മനസ്സിലായില്ലേ? കുറെ ആൾക്കാർ കഞ്ചാവാണെന്നൊക്കെ പറയുന്നത് ആൾ അംഗീകരിച്ചു, ആളെ തെറ്റ് മനസ്സിലാക്കി, ആൾ തിരുത്തിയിട്ട് മാറുമെന്ന് പറയുന്നുണ്ട് ചേട്ടാ. അല്ലാതെ മറ്റുള്ളവരെ പോലെ ഞാൻ അടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാനത് ചെയ്തിട്ട് ഇനി ഞാൻ ചെയ്യും എന്നൊന്നും പറയുന്നില്ല. ഞാനത് തിരുത്താൻ ശ്രമിക്കാം, അത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഓരോ ദുശീലങ്ങളുണ്ടാവും. ചിലർ മദ്യപിക്കുന്നവരുണ്ടാവും, ചിലർ പുകവലിക്കുന്നവരുണ്ടാവും, ചിലർ ഇതൊന്നും ഇല്ലാത്തവരുണ്ടാവും, മനസ്സിലായില്ലേ? അതൊക്കെ അവരെന്ത് ദുശീലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കും, അല്ലെങ്കിൽ ഞാൻ മാറ്റിയെടുത്ത് മാറും എന്ന് പറയുമ്പോഴാണ് അവിടെ വിജയിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ വേടൻ ആ കാര്യത്തിൽ ഇതായിട്ടുണ്ട്. അപ്പൊ എനിക്കതാ പറയാനുള്ള കേട്ടേ, ഇതിനെ കുറിച്ചൊരു ക്ലാരിറ്റി വീഡിയോ വേടൻ്റെ എനിക്ക് വരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഈ പാട്ടിന്റെ പേരിൽ ഇപ്പൊ വേടൻ അതിനൊരു കുറ്റവും അല്ല, അത് അതിന്റെ ഒരു ക്ലാരിറ്റി വീഡിയോ ആയിട്ട് വന്നില്ലല്ലേ.
അപ്പോൾ അതേ പറയാനുള്ളൂ. ഓൾവേസ് അച്ഛാ എന്താ ഞാൻ എന്നും വേടനപ്പം അത് ഇംഗ്ലീഷ് പറയാവുന്ന തെറ്റിപ്പോയി. അപ്പോൾ അതൊക്കെ അത്ര ഉള്ളൂ. അപ്പോൾ ബൈ.